പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. അനങ്ങനടി പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കോഴി ഫാമിൽ തെരുവുനായ ആക്രമണം. 300ഓളം കോഴികൾ ചത്തു. അനങ്ങനടി പഞ്ചായത്തിലെ 12ാം വാർഡിലെ പത്തംകുളത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കോഴി ഫാമിൽ തെരുവുനായകളുടെ ആക്രമണത്തിൽ 300-ലധികം വിൽപ്പനയ്ക്ക് തയ്യാറായ കോഴികൾ ചത്തതായി പരാതി. സ്രാമ്പിക്കൽ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് കൂട് തകർത്ത് അകത്ത് കടന്ന തെരുവുനായകൾ ആക്രമണം നടത്തിയതെന്ന് ആരോപണം. തെരുവുനായ ശല്യം പഞ്ചായത്തിൽ ഗുരുതരമായ ജനകീയ പ്രശ്നമായി മാറിയിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. നടത്തുന്ന ഒരു ഫാമാണ്. ആ ഫാമിൽ ഇന്ന് തെരുവുനായ്ക്കൾ കയറിയിട്ട് അവൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാവിധ തകർച്ചക്കും വഴിയൊരുക്കുന്ന തരത്തിൽ നായ കയറി ഇത്രയും കോഴികളെ കടിച്ച് കൊന്ന് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പാവക്കുളം പ്രദേശത്ത് ഒരു ക്ഷീരകർഷകൻ്റെ ഒരു പശുക്കിടാവിനെ നായ മൃഗീയമായി കടിച്ച് പറിച്ച് ആ രൂപത്തിലാക്കിയപ്പോൾ അവിടുത്തെ മെമ്പർ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ബോർഡിൽ ചർച്ച ചെയ്യുകയും അതിന് ഒരു സൊല്യൂഷൻ കാണണമെന്ന് നിർബന്ധത്തോടു കൂടെ തന്നെ വാദിക്കുകയും നിർഭാഗ്യവശാൽ നമ്മുടെ നിയമത്തിൻ്റെ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഉപജീവന മാർഗത്തിനും മനുഷ്യൻ്റെ സ്വത്തിനും സമ്പത്തിനും ജീവനും ഭീഷണിയാകുന്ന നായ്ക്കൾക്കാണ് വലിയ പ്രാധാന്യം നൽകുന്ന നിയമം നമ്മുടെ നാട്ടിൽ ഉള്ളത്. അതിനെ മറികടന്നുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് സംരക്ഷണവും അവരുടെ ജീവന ഉപാധികൾക്ക് തടസ്സം വരാത്ത രൂപത്തിലുള്ള നിയമ സംവിധാനവും അനങ്ങനടി പഞ്ചായത്തിൽ എങ്കിലും കർശനമായിട്ട് പാലിക്കുന്ന രൂപത്തിൽ ഭരണസമിതി ഇടപെടണം. ഈ സ്രാമ്പിക്കൽ പ്രദീപിന് വന്നിട്ടുള്ള ഈ നഷ്ടം അത് അവൻ്റെ എത്രയോ ദിവസത്തെ അധ്വാനമാണ്. ആ അധ്വാനത്തിൻ്റെ വില കാണാതിരിക്കാൻ കഴിയില്ല. അതിനുള്ള നഷ്ടം നികത്തേണ്ട ബാധ്യത പഞ്ചായത്തിനാണ്. അതുകൊണ്ട് ഇതിന് അധികാരികൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ അത് ചെയ്തുകൊണ്ട് സങ്കട നിവൃത്തി വരുത്തണം. അല്ലാത്ത പക്ഷം ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് 15ാം വാർഡ് അംഗം വിദ്യ ടീച്ചർ കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ തെരുവുനായ ശല്യം ജനജീവിതം ദുസ്സഹമാക്കുന്നതായി ചൂണ്ടിക്കാട്ടി പ്രമേയം അവതരിപ്പിക്കുകയും വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും അവർ പറഞ്ഞു. എന്നാൽ തെരുവുനായ ശല്യവും കോറി സംബന്ധമായ പ്രശ്നങ്ങളും ഉന്നയിക്കുമ്പോൾ നിയമപരമായ തടസ്സങ്ങളും കോടതി നിർദ്ദേശങ്ങളും ചൂണ്ടിക്കാട്ടി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. അനങ്ങനടി പഞ്ചായത്തിലെ ഈ ഒരു പ്രദേശത്ത് പാവക്കോണം പറയുന്ന പ്രദേശത്ത് ഈ തെരുവുനായ ശല്യം പാവക്കോണത്ത് മാത്രമല്ല അനങ്ങനടി പഞ്ചായത്തിലും ബാക്കി തൊട്ട് പഞ്ചായത്തുകളിലൊക്കെ വളരെ ഏറെ ഈ തെരുവുനായ്ക്കളെ ശല്യമുള്ളപ്പോൾ പലവട്ടം അധികാരികൾക്ക് നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ലാത്ത കാരണമാണ് പുതിയ പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് UDFൻ്റെ മെമ്പർമാർ 15ാം വാർഡിലെ മെമ്പർ പ്രിയങ്കരായ വിദ്യ ടീച്ചറാണ് പ്രമേയ രൂപത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണട്ടെ എന്ന് വിചാരിച്ച് പ്രമേയ രൂപത്തിൽ തെരുവുനായ്ക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ പ്രമേയം വയ്ക്കുകയും ആ പ്രമേയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അടക്കം നിയമത്തിൻ്റെ പേര് പറഞ്ഞ് നിയമം നമുക്കതിന് ഉള്ള അനുമതി തരുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാവുകയാണ് ഭരണസമിതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് എന്തായാലും കണ്ടേ പറ്റൂ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്തിലേക്ക് ശക്തമായ ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷറഫ് കാരുകുളം മുന്നറിയിപ്പ് നൽകി. സംഭവസ്ഥലം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷറഫ് കാരുകുളവും 13ാം വാർഡ് അംഗം അബു സാലിഹ് TPയും സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു.